ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലസ്സിയുടെ വീഡിയോ ആയിട്ടാണ്. ധാബ സ്റ്റൈൽ ലസ്സി. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം, പിന്നെ ഏലക്കായ വേണം, പഞ്ചസാര പൊടിച്ചത് വേണം, പിന്നെ ബദാം അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം വേണം. അപ്പോൾ ഈ ലസ്സി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല കുഴിയുള്ളതുപോലെ ഒരു ബൗൾ എടുക്കണം. അതിലേക്ക് ഞാൻ 2 കപ്പ് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ലസ്സി ഉണ്ടാക്കുമ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം. പുളി കുറവുള്ള നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കണം. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ലസ്സിക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതിന് അത് പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള 4 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം മധുരമാണ്. ഇനി ഞാൻ അതിലേക്ക് ഏലക്കായ പൊടിച്ചതിന് അത് ഇത്ര മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിക്കുന്നത് എപ്പോഴും നല്ല ഇങ്ങനെ ചെയ്യേണ്ടതാണ് ഈ റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പറ്റാത്തവർ മാത്രം മിക്സിയിൽ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പതം വന്ന് തുടങ്ങും, ഒത്തിരി സോഫ്റ്റ് ആകും. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5-6 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുപ്പ് കുറവ് വേണ്ടവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. നല്ല തണുപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ തൈര് ഭയങ്കര സോഫ്റ്റായി ചെറുതായിട്ട് ഇങ്ങനെ പതൊക്കെ വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആണ് വരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്ര ഉള്ളു പണി. നമ്മളുടെ ധാബ സ്റ്റൈലുള്ള ലസ്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും കാണുമ്പോൾ വിചാരിക്കും വളരെ സിമ്പിളാണ്, എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പല ഫ്ലേവറിലുള്ള ലസ്സി നമ്മൾ കഴിച്ചിട്ടുണ്ട്, സ്ട്രോബെറി, മാംഗോ. പക്ഷേ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ചത് അത് ഒത്തിരി സിമ്പിളും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അവസാനം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബദാം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു നല്ലൊരു ഫ്ലേവറും കിട്ടും. അതേപോലത്തെ നല്ല ടേസ്റ്റ് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അവസാനം നമുക്ക് ഏലക്കായ 2 മുള്ളിട്ട് കൊടുക്കാം. അത് ഓപ്ഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ധാബ സ്റ്റൈലുള്ള ലസ്സി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.